സ്വാഭാവികമായിട്ടും ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നയാളാണ്. അപ്പം എൻ്റെ കമ്മിറ്റിയിലെ പല സഹപ്രവർത്തകരും മത്സരിക്കുന്നുണ്ട്. പലരും മത്സരിക്കുന്ന സഹപ്രവർത്തകരെല്ലാവരും തന്നെ അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ എൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി വർഗീയത പറഞ്ഞ് ഒരു നാടിനെ വഞ്ചിച്ച് വികസന മുരടിപ്പ് മാത്രം ഒരു നാടിന് സമ്മാനിച്ച BJP ഭരണത്തെ താഴെ ഇറക്കുക എന്ന് പറയുന്നൊരു വലിയ ഉത്തരവാദിത്വം ഒരു മതേതര വിശ്വാസി എന്ന നിലയിൽ UDF പ്രവർത്തകൻ എന്നതോടൊപ്പം തന്നെ UDFന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി ആ ഭരണസമിതി താഴെ ഇറക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. പാലക്കാട് നഗരസഭ, കണ്ണാടി പഞ്ചായത്ത് LDF ഭരിക്കുന്നു. ഇത് രണ്ടും തിരിച്ചു പിടിക്കും. അതായത് കോൺഗ്രസ് പതിറ്റാണ്ടുകൾ ഭരിച്ചതാണ് മുനിസിപ്പാലിറ്റി. അത് അവിടെ BJP ഇറക്കും തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം പാലക്കാട്ടെ ജനങ്ങൾ, പാലക്കാട് പോലെ ഇനി കേരളത്തിലൊരു കോർപ്പറേഷൻ വന്നാൽ ആ കോർപ്പറേഷൻ ആവാൻ സാധ്യതയുള്ള പ്രഥമ പരിഗണനയുള്ള ഒരു മുനിസിപ്പൽ പ്രദേശമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പാലക്കാട് ഡിസേർവ് സംതിങ് മോർ, സംതിങ് ബെറ്റർ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം, ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം പാലക്കാട് അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നീട് ഉയരുന്നൊരു ചോദ്യം, ഈ സസ്പെൻഷനിലിരിക്കുന്ന പാലക്കാട് നീഡ് സംതിങ് മോർ, സംതിങ് ബെറ്റർ. പ്രഥമ പരിഗണന എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ തന്നെയാണ്. ലക്ഷ്യം പാലക്കാട് നഗരസഭ തന്നെയാണ്. പാലക്കാട് നഗരസഭ മാത്രമല്ല, തൻ്റെ ഈ പറയുന്ന നിയോജക മണ്ഡലത്തിലെ കണ്ണാടിയും മറ്റൊരു ലക്ഷ്യത്തിലൊന്നാണ്. പക്ഷേ പ്രഥമ പരിഗണന പാലക്കാട്ടെ നഗരസഭയ്ക്ക് തന്നെയാണ്. വർഗീയത പറഞ്ഞ്, വിഷം കുത്തി നിറച്ച്, വിദ്വേഷങ്ങൾ ഉണ്ടാക്കി BJP അധികാരത്തിലെത്തിയ പാലക്കാട് നഗരസഭ, ആ പാലക്കാട് നഗരസഭ പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് രാഹുൽ മാങ്കൂട്ടം പ്രഖ്യാപിക്കുക മാത്രമല്ല, അയാൾ വോട്ട് പിടിക്കാൻ വേണ്ടി മുന്നിലിറങ്ങുന്നു, വീടുകൾ കയറുന്നു, പാലക്കാട്ടെ വോട്ടർമാരെ, നഗരസഭയിലെ വോട്ടർമാരെ ഓരോരുത്തരെയും നേരിട്ട് കാണുന്നു. പാലക്കാട് നഗരസഭ ഇപ്രാവശ്യം പിടിച്ചടക്കിയേ മതിയാകൂ. തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ഇത് ഈ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ ഒരു തീരുമാനമല്ല. രാഹുല് ഇത് കരുതി കൂട്ടിയിട്ട് തന്നെയാണ് പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത്. ഇത് കരുതി കൂട്ടിയിട്ട് തന്നെയാണ്. കാരണം രാഹുലിന് വലിയ നിർബന്ധമുണ്ട്. തന്നെ വേട്ടയാടാൻ നിന്നവർ അവരുടെ കാലിനടിയിലെ മണ്ണിങ്ങും മാന്തി എടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തിരിച്ചെത്തിയിരിക്കുന്നത്. നഗരസഭ പിടിച്ചിരിക്കും. രാഹുൽ പ്രചരണത്തിന്റെ കുന്തമുന രാഹുൽ മാങ്കൂട്ടമാണ്. നിങ്ങളത് കാണുന്നില്ലേ പാലക്കാട്ട് നടക്കുന്നത്? രാഹുലാണ് പാലക്കാട്ടെ നഗരസഭയിലെ ഈ പറയുന്ന UDFന്റെ തെരഞ്ഞെടുപ്പിന്റെ കുന്തമുന, പ്രചരണ ആയുധം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. കാരണം അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടം കാഴ്ചവെച്ച് കഴിഞ്ഞു പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ആകമാനം വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞു. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി അല്ലെങ്കിൽ പ്രചരണവുമായി വളരെ മുന്നോട്ട് നയിക്കുകയാണ്. UDFന് വേണ്ടി, കണ്ണാടിയിലെ UDFന് വേണ്ടി, മാത്തൂരിലെ, പിരായിരിയിലെ ഒക്കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ വോട്ട് ചോദിച്ചിറങ്ങുകയാണ്. അങ്ങനെ രാഹുൽ പ്രചരണങ്ങളിൽ വളരെ സജീവമാകുകയാണ്. പാലക്കാട് നഗരസഭ തന്നെയാണ് തൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ്. തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള പലരും യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നവർ, രാഹുലിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ പലരും പലയിടങ്ങളിൽ മത്സരിക്കുന്നു. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്, പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ്. ആ നഗരസഭ പിടിക്കുവാനുള്ള എല്ലാ നീക്കങ്ങളും, എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും രാഹുൽ മാങ്കൂട്ടം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പാലക്കാട്ട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതൽ. അങ്ങനെയാണ് കണക്കുകൂട്ടലുകളും. പാലക്കാട് നഗരസഭ പിടിക്കണം, പാലക്കാട്ടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളികളാവണം. അതിനുവേണ്ടി തന്നെയാണ് രാഹുൽ ശ്രമിക്കുന്നതും രാഹുലിന്റെ പ്രവർത്തനങ്ങളും. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് രാഹുൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രചരണ പരിപാടികളിൽ വളരെ സജീവമാകുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട് ഈ പറയുന്ന സഹപ്രവർത്തകര്, യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നവര്, അവരൊക്കെ പല അർത്ഥത്തിൽ ഈ പറയുന്ന പ്രചരണത്തിന്റെ ഭാഗമാകാൻ വേണ്ടി രാഹുലിനെ വിളിച്ചപ്പോ എന്തുകൊണ്ട് രാഹുൽ പോയില്ലെന്ന് ചോദിച്ചാൽ അതിനുള്ള കാര്യം എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വിജയം
വേണ്ട എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലക്കാട്ടെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അയാൾക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് പാലക്കാട് നഗരസഭയാണ്. കണ്ണാടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് ചില കരുനീക്കങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന് വേണ്ടി, UDF വേണ്ടി പല പരിശ്രമങ്ങളും രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ ചർച്ചയായതുമാണ്. പ്രമീള ശശിധരനെയും ശിവരാജിനെയും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ. ഇവരൊക്കെ കോൺഗ്രസിന്റെ ഭാഗമാകും എന്നുള്ള തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ രാഹുലുമായി വേദി പങ്കിട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ രാഹുലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം കാണിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ രാഹുലുമായി ചേർന്ന് പ്രവർത്തിച്ചതിന്റെ പേരിൽ ഒക്കെയാണ് BJP ഇപ്പൊ നിലവില് പ്രമീള ശശിധരനെയും ശിവരാജനെയും ഒക്കെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. അവർക്ക് സീറ്റ് നൽകിയിട്ടില്ല മത്സരിക്കാൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന പ്രചരണങ്ങൾക്ക് കോൺഗ്രസിന്റെ വലിയ ആയുധമായിട്ട്, പ്രചരണായുധമായിട്ട് രാഹുലിനൊപ്പം ചേർന്ന് നിന്ന് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഈ പറയുന്ന പ്രമീള ശശിധരനും ശിവരാജനെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ്, സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഇവർ രണ്ടുപേർക്കും ഇപ്പൊ നിലവില് BJP അത്തരത്തിലുള്ള ഈ പറയുന്ന സ്ഥാനാർത്ഥിയാകാനുള്ള അവസരങ്ങൾ നൽകിയിട്ടില്ല. അതിൽ പ്രഥമ കാര്യം, അങ്ങനെ സീറ്റ് നിഷേധിച്ചതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ പറയുന്ന ആളുകളുടെ പിന്തുണ നിങ്ങൾ പാലക്കാട്ടെ ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. രാഹുൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നത്. നഗരസഭ പിടിക്കണം എന്ന് തന്നെയാണ് രാഹുലിന്റെ തീരുമാനം. ആ പ്രവർത്തനങ്ങൾ, അതിനിടയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകുമെന്നൊന്നും പ്രവചിക്കാൻ കഴിയുകയില്ല. സ്ഥിതിഗതികൾ രാഹുലിന് വളരെ അനുകൂലമാണ്. പാലക്കാട് നഗരസഭ പിടിക്കുക എന്നുള്ളത് രാഹുൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് അസാധ്യമാണെന്നൊന്നും നിങ്ങൾ ആരും കരുതണ്ട. കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടം 18,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിന് വിജയിച്ച് കയറിയ ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നഗരസഭയുടെ പരിധിയിൽ പോലും ഭൂരിപക്ഷം രാഹുലിനായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഈ രാഹുൽ ഈ പറയുന്ന നഗരസഭയ്ക്ക് വേണ്ടി UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും. പാലക്കാട്ടെ നഗരസഭയുടെ ഭരണം, ആ ഭരണത്തിലേക്ക് നടന്നു കയറുവാനുള്ള ഒരു വഴി രാഹുൽ എന്താണെങ്കിലും വെട്ടിവെച്ചിട്ടുണ്ട്. ഇനി ആ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മാത്രം മതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഉപതെരഞ്ഞെടുപ്പ് അത്തരത്തിലൊരു സൂചന നൽകിയതാണ്. രാഹുലിന് അനുകൂലമായി നഗരസഭ പോലും വിധി എഴുതുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നഗരസഭയിൽ പോലും BJP ഭരിച്ചിരുന്ന നഗരസഭയിൽ പോലും രാഹുലിന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടാകുന്നത്, മുന്നേറ്റം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. രാഹുൽ ഒരു വഴി അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതിയാകും കോൺഗ്രസിന് എന്നുള്ളത്. അപ്പോ രാഹുൽ മുന്നിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ രാഹുൽ ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാലക്കാട് നഗരസഭയുടെയും കണ്ണാടിയുടെയും ഒക്കെ ഭരണത്തിലേക്ക് നടന്നു കയറുമെന്നുള്ള തർക്കത്തിൽ ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ. അത് തന്നെയാണ് രാഹുലും ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പറയുന്നത് പ്രയോറിറ്റി എന്ന് പറയുന്നത്, പ്രഥമ പരിഗണന എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയ്ക്കാണ്. ആ നഗരസഭയുടെ വിജയത്തിന്, UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് രാഹുൽ മാങ്കൂട്ടം തറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ രാഹുൽ പറഞ്ഞതുപോലെ സംതിങ് സ്പെഷ്യൽ ആണ് പാലക്കാട്, സംതിങ് ബെറ്റർ അത് അർഹിക്കുന്നുണ്ട് പാലക്കാട്. അത് രാഹുലിലൂടെ വന്നെത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDFും കോൺഗ്രസും ഒക്കെ ഉള്ളത്. അപ്പോൾ രാഹുലിന്റെ ഈ പ്രവർത്തനങ്ങൾ വലിയ മുതൽക്കൂട്ടാവുന്നുണ്ട്. പാലക്കാട് നഗരസഭയിലെ ഇനി വരും ദിവസങ്ങളിലുള്ള ഈ പ്രചരണങ്ങളും ഈ പരിപാടികളും സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങളും ഒക്കെ വലിയ തോതിൽ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുൽ മാങ്കൂട്ടം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട. ആ മനുഷ്യൻ അത് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അയാളുടെ മനസ്സിൽ, അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പ്രതികാരം എന്നുള്ള രീതിയിലുള്ള ഒരു മധുര പ്രതികാരം കൂടിയുണ്ട്. കാരണം
തന്നെ വല്ലാതെ വേട്ടയാടാൻ വേണ്ടി, കൊത്തിക്കേറാൻ വേണ്ടി കിട്ടിയ അവസരം മുതലെടുക്കുവാനുള്ള പല പരിശ്രമങ്ങളും പലരുടെയും ഭാഗത്തു നിന്ന്, പാലക്കാടുള്ള പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ഈ പ്രവർത്തനങ്ങളിലൂടെ, വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ ചില മറുപടികൾ കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് തന്നെയാണ് രാഹുൽ വിശ്വസിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മറ്റെവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാതെ പാലക്കാട് നഗരസഭയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന്, ഒരു പ്രചരണത്തിന്, ഒരു രാഷ്ട്രീയ നീക്കത്തിന് രാഹുൽ മുതിരുന്നത്. അത് തന്നെയാണ് രാഹുൽ വ്യക്തമാക്കിയതും. പലരും വിളിച്ചിട്ടും തന്റെ സഹപ്രവർത്തകർ പലരും പ്രചരണ പരിപാടിയിൽ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും രാഹുൽ ഇറങ്ങിത്തിരിക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പാലക്കാട് നഗരസഭ അതാണ് ലക്ഷ്യം, അതാണ് പ്രയോറിറ്റി.